ഓം കർപ്പണ്യദോഷോപകരസ്വഭാവകർച്ഛാമിത്താം ധർമ്മസുമൂഢചേതക ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഭഗവത്ഗീതയിൽ 11-ാം അധ്യായം 4 ശ്ലോകം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇനി 5-ാമത്തെ ശ്ലോകം തൊട്ട് അന്യസേ അർജുനൻ ഭഗവാനോട് പറഞ്ഞു, അന്യസേതി തച്ഛക്യം മയാ ദൃഷ്ടം ഇതി പ്രഭോ യോഗേശ്വര തതോമേത്വം ദർശയാത്മാനമവ്യം. ഹേ പ്രഭു, അങ്ങയുടെ ഐശ്വര്യ രൂപം കാണാൻ എനിക്ക് കഴിയുമെന്ന് അങ്ങ് വിചാരിക്കുന്നുവെങ്കിൽ, അതിന് ഞാൻ യോഗ്യനാണെന്ന് അങ്ങ് വിചാരിക്കുന്നുവെങ്കിൽ, ഹേ യോഗേശ്വര, ഇനി അങ്ങ് ആ നാശരഹിതമായ ആത്മസ്വരൂപത്തെ എനിക്ക് കാണിച്ചു തന്നാലും എന്ന് അർജുനൻ ഭഗവാനോട് പറഞ്ഞു. അതനുസരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇനി വിശ്വരൂപം കാണിക്കാൻ പോകുന്നത്. അതിന് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഭഗവാനെ തീരുമാനിക്കാം. യോഗ്യത ഇല്ലെങ്കിൽ യോഗ്യനാക്കാൻ പറ്റുന്നതും ഭഗവാന് മാത്രമേ സാധിക്കൂ, വേറെ ആർക്കും യോഗ്യനാക്കാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ ഇച്ഛിക്കാതെ നമുക്ക് ഈശ്വരപ്രാപ്തിയിലേക്ക് യോഗ്യത ലഭിക്കില്ല എന്നർത്ഥം. എന്താ യോഗ്യത? അതിനി ഭഗവാൻ പറയും. പശ്യമേ പാർത്ഥരൂപാണി ശതശോ അത സഹസ്രശ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീന ച. പാർത്ഥ, നാനാവിധാനി, അർജുന, പല വിധത്തിലും പല നിറത്തിലും, നാനാവർണകൃതീന ച, നിറത്തിലും ആകൃതിയിലുമുള്ള, ശതശ അധ, നൂറുകണക്കിന്, അഥവാ സഹസ്രശ, ആയിരക്കണക്കിന്, മേ ദിവ്യാനി രൂപാണി പശ്യ, എൻ്റെ ദിവ്യങ്ങളായിട്ടുള്ള രൂപങ്ങളെ കണ്ടുകൊള്ളുക. അല്ലേ അർജുന, പല വിധത്തിലും പല നിറത്തിലും പല ആകൃതിയിലുമുള്ള എൻ്റെ 1000 ദിവ്യങ്ങളായിരിക്കുന്ന രൂപങ്ങളെ നീ കണ്ടുകൊള്ളുക. പശ്യ ആദിത്യാൻ വസുൻ രുദ്രാൻ അശ്വിനവും മരുതസ്തത ബഹുന്യ ദൃഷ്ടപൂർവാണി പശ്യാചര്യാണി ഭാരത. ആദിത്യന്മാർ വസുൻ, ആദിത്യന്മാരെയും വസുക്കളെയും, രുദ്രന്മാരെയും അശ്വനീദേവന്മാരെയും, മരുത പശ്യ, മരുത്തുക്കളെയും നീ കണ്ടുകൊള്ളുക. തഥാ അദൃഷ്ടപൂർവാണി, അപ്രകാരം തന്നെ മുമ്പ് കാണപ്പെടാത്ത, ബഹൂനി ആശ്ചര്യാണി ഭരത പശ്യ, അപ്രകാരം തന്നെ മുമ്പ് കാണപ്പെടാത്ത നിരവധി ആശ്ചര്യങ്ങളെയും അർജുന നീ കണ്ടാലും. ആദിത്യന്മാർ, വസുക്കൾ, രുദ്രന്മാർ, അശ്വനി ദേവന്മാർ, മരുത്തുക്കൾ എന്നിവരെയൊക്കെ നീ കാണുക. അപ്രകാരം തന്നെ നീ മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനവധി ആശ്ചര്യങ്ങളെയും അർജുന നീ കണ്ടുകൊള്ളുക. ആദിത്യന്മാർ 12 ആദിത്യന്മാർ, വസുക്കൾ 8 വസുക്കള്, രുദ്രന്മാർ 11, അശ്വനി ദേവന്മാർ 2, മരുത്തുക്കൾ 7. ഇങ്ങനെയാണ്. അതെല്ലാം കണ്ടുകൊള്ളുക. ഇതിനപ്പുറം നീ എന്തെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതും കൂടെ പറയുന്നുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊക്കെ കണ്ടുകൊള്ളുക. ഇനി ഇഹൈഹസം ജഗൽകൃഷ്ണം പശ്യാദ്യ സചരാചരം മമദേഹേ ഗൂഢാകേശ യച്ഛാന്യദൃഷ്ടമിച്ഛസി. ഗൂഢാകേശ സചരാചരം, ഹേ അർജുന, ചരാചരങ്ങളോട് കൂടിയ, കൃഷ്ണം ജഗത്ത് അന്യത്, മുഴുവൻ ജഗത്തും മറ്റ് വല്ലതും, ദൃഷ്ടും ഇച്ഛസി, കാണാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അതും, മമ ദേഹേ ഇഹ ഏകസ്തം, എൻ്റെ ദേഹത്തിൽ ഇവിടെ ഒന്നിച്ച് ഇരിക്കുന്നതായിട്ട്, അദ്യ പശ്യ, ഇപ്പോൾ കണ്ടാലും. അല്ലയോ അർജുന, ചരാചരങ്ങൾ ഉൾപ്പെടെ ജഗത്ത് മുഴുവനും വേറെ വല്ലതും നീ കാണാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അതും എൻ്റെ ശരീരത്തിൽ ഇവിടെ ഒന്നിച്ചിരിക്കുന്നതായിട്ട് നീ കണ്ടാലും. ഇനി അത് കാണണമെന്നുണ്ടെങ്കിലോ, ഇനി ആ യോഗ്യത എന്താണെന്ന് പറയാണ്. നതുമാം ശക്യസേ ദൃഷ്ടും അനേനൈവ സോ ചക്ഷുഷാ ദിവ്യം ദദാമി തചക്ഷും പശ്യമേ യോഗമൈശ്വരം. ദേ ദിവ്യം ചക്ഷു,
തു അനേന സ്വചക്ഷുഷ, എന്നാൽ നിന്റെ ഈ കണ്ണുകളെ കൊണ്ട് ഏവം മാം ദൃഷ്ടും നാ ശക്യസേ, എന്നാൽ നിന്റെ ഈ കണ്ണുകളെ കൊണ്ട് തന്നെ എന്നെ കാണാൻ നീ ശക്തനാകുന്നില്ല. തേ ദിവ്യം ചക്ഷു ദദാമി, നിനക്ക് ദിവ്യമായ കണ്ണിനെ ഞാൻ തരാം. മേ ഐശ്വര്യം യോഗം പശ്യ, എൻ്റെ ഐശ്വര്യമായിരിക്കുന്ന യോഗം നീ കണ്ടാലും. എന്നാൽ നിന്റെ ഈ കണ്ണുകൊണ്ട്, അതായത് നമ്മുടെയൊക്കെ ഈ മാംസ ചക്ഷുസുകളെ കൊണ്ട് എന്നെ കാണാൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കാണാൻ നമുക്കാർക്കും കഴിയുകയില്ല. അതിനാൽ ദിവ്യ ചക്ഷുസ് നിനക്ക് തരാം, എൻ്റെ ഐശ്വര്യമായിരിക്കുന്ന യോഗശക്തി അതിശയത്തെ നീ കണ്ടാലും. അപ്പോൾ ഭഗവാൻ യോഗ്യത ഭഗവാന്റെ കൃപ കൊണ്ട് ലഭിക്കും. നമുക്ക് അർഹതയൊക്കെ ഉണ്ട്, ഈശ്വര സാക്ഷാത്കാരത്തിന് ഈശ്വരനെ കാണാനൊക്കെ അർഹതയുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ മാംസ ചക്ഷസുകളെ കൊണ്ട് ആർക്കും ഈശ്വരനെ കാണാൻ പറ്റില്ല. ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. അഥവാ കണ്ടു എന്ന് ആരെങ്കിലും പറയണ്ടേ, അത് ഭ്രമ. പിന്നെ എന്ത് ചെയ്യണം? ദിവ്യ ചക്ഷുസ്, മനസ്സാണ് സിക്സ്ത് സെൻസ്, അത് മനക്കണ്ണ് തുറക്കണം. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ തുറക്കൂ. ഭഗവാൻ എപ്പം ആർക്ക് ദിവ്യ ചക്ഷുസ് കൊടുക്കാൻ തീരുമാനിക്കുന്നോ അവർക്ക് മാത്രമേ ഈശ്വരൻ കാണാൻ പറ്റൂ. അതാണ് യോഗ്യത. അതുകൊണ്ടാണ് അർജുനൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചതും, ഞാൻ യോഗ്യനാണെന്ന് അങ്ങ് വിചാരിക്കുന്നുവെങ്കിൽ എന്നെ കാണിച്ചു തന്നാൽ. അപ്പൊ ആ യോഗ്യത ഭഗവാന്റെ കൃപയിലെ ലഭിക്കില്ല എന്നർത്ഥം. വാശി പിടിച്ചാലൊന്നും നടക്കില്ല. ഇപ്പം കാണണമെന്ന് പറഞ്ഞു. എനിക്ക് എപ്പോഴും വിശ്വരൂപം അറിയുമ്പം ഓർമ്മ വരണതാണ്, ഒരു ബ്രാഹ്മണൻ ഗുരുവായൂർ ആധ്യാത്മിക ഹാളിൽ ഞാൻ ഈ വിശ്വരൂപം പറയുമ്പം അദ്ദേഹം ഇരുന്ന് കേട്ടു. എന്നിട്ടത് കേട്ട് അവസാനിക്കാറായപ്പം ഇദ്ദേഹം മറിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ നിന്നിട്ട് എനിക്ക് ഇപ്പോൾ വിശ്വരൂപം കാണണമെന്ന് പറഞ്ഞു. ആകെ വറയ്ക്കാണ്. നിമിത്താനി ച പശ്യാമി ബരീതാനി കേശവ നജശ്രയോ അനുപശ്യാമി. എനിക്ക് ആ ബ്രാഹ്മണനെ എപ്പോഴും മറക്കില്ല ഒരിക്കലും. ആദ്യം ഗുരുവായൂരപ്പൻ ഭജനശ്രീയുടെ സപ്താഹം നടക്കുമ്പോൾ വിശ്വരൂപ ദർശനം എനിക്ക് തന്നെ പറയാൻ കിട്ടി. അത് പറയുമ്പോഴായി സംഭവം. അതിനുശേഷം ഞാൻ ഒരിക്കലും മറക്കില്ല ആ ബ്രാഹ്മണനെ. അപ്പം ഞാൻ എൻ്റെ വായിൽ നിന്നും വേണം മറുപടി എന്താ, വിശ്വരൂപം ഇപ്പം കാണണമെന്ന് പറഞ്ഞ് ഒരു വാശി പിടിക്കുന്ന പോലെ വന്നിട്ട് എൻ്റെ മുമ്പ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയി ക്യൂ നിൽക്കാൻ പറഞ്ഞു. മാംസചക്ഷുസുകളെ കാണണമെന്നുണ്ടെങ്കിൽ വിഗ്രഹം കാണാൻ പറ്റും, അല്ലാതെ വിശ്വരൂപ ദർശനം കാണാൻ സാധ്യമല്ല. അത് കാണണമെങ്കിൽ എന്താ, ഭഗവാന്റെ കൃപ എപ്പോൾ ലഭിക്കുന്നു അപ്പോഴേ സാധിക്കുള്ളൂ. ഞാനിതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാനൊരു വിശ്വരൂപം കണ്ടിട്ടില്ല. നമ്മൾ ചിലപ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, ഞാൻ പറയണ കേട്ടില്ലെങ്കിൽ എൻ്റെ വിശ്വരൂപം നീ കാണുന്നു, മനസ്സിലായില്ലേ അല്ലേ? കളിയാക്കിയിട്ട് പറയാറുണ്ട്. ഇല്ലേ അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വിശ്വരൂപം കാണുമെന്ന് പറയും. അപ്പൊ മാംസചക്ഷുസുകളെ കണ്ടാല്, മാംസചക്ഷുകൾ മനക്കണ്ണ് തുറന്നാല് നമ്മൾ ഒന്ന് വിശാലമായിട്ട് ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ പല നിറത്തിലും പല വർണ്ണത്തിലും പല ഭാവത്തിലും പല സ്വഭാവത്തിലും പല സംസ്കാരത്തിലും ഈ ഭാരതത്തിൽ തന്നെ, എന്താ കേരളത്തിൽ തന്നെ നമ്മൾ ഓരോ ജില്ലയിലും ഒന്ന് എടുത്തു നോക്കൂ. ഓരോരുത്തരുടെയും വേഷ സംവിധാനങ്ങൾ വ്യത്യസ്തമായ കളറ്, ആഹാര രീതിക്ക് വ്യത്യാസം, സ്വഭാവത്തിൽ വ്യത്യാസം. ഈ 14 ജില്ലയിലുള്ള 3 കോടി ജനങ്ങളും ഒരിടത്തിരിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കൂ. വ്യത്യസ്ത ഭാവത്തിലും വ്യത്യസ്ത രൂപത്തിലും. അപ്പം 3 കോടി ജനങ്ങൾ ഒന്നിച്ചു കൂടിയാൽ അവർക്ക് എത്ര തലയുണ്ടാവും? 3 കോടി തലയുണ്ടാവും. അവർക്ക് എത്ര കണ്ണുകളുണ്ടാവും? 6 കോടി കണ്ണുകളുണ്ടാവും. എത്ര ചെവി ഉണ്ടാവും? ഇതെല്ലാം കൂടെ ഒരിടത്ത് നിങ്ങളുടെ മനക്കണ്ണുകൊണ്ട് നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് തന്നെ ഐശ്വര്യമാണ്. ഇത് ലോകത്തെ മുഴുവൻ സർക്കല 84 ലക്ഷം തരം ജീവജാലങ്ങളും, ഭാരതത്തിൽ മാത്രമല്ല ഈ ലോകത്തിൽ എത്രയെത്ര ഭൂഖണ്ഡങ്ങളുണ്ടോ എത്രയെത്ര സൃഷ്ടിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാന്റെ ശരീരത്തുള്ള വസ്തുക്കളാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ശരീരമാണെന്ന് സങ്കല്പിക്കുക. അതിന് വിശാലമായിരിക്കുന്ന ഒരു കണ്ണ് വേണം. അതാണ് ഈ കാണുന്നതൊക്കെ ഈശ്വരനാണ്.
അങ്ങനെ ഒരു വിശാല ബുദ്ധിയും വിശാലമായൊരു കണ്ണും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു സങ്കല്പം തന്നെ കൊണ്ടുവരാൻ സാധിക്കൂ. വ്യത്യസ്ത സംസ്കാരം, സ്വഭാവം, എന്തൊക്കെ വേഷത്തിലാണ്, ഏതൊക്കെ വേഷത്തിലാണ് നടക്കുന്നത്. വസ്ത്രങ്ങൾ തന്നെ എത്ര രൂപത്തിലും ഭാവത്തിലും. ഇനി ശരീരത്തിന്റെ കളർ എടുത്താൽ തന്നെ എത്ര വ്യത്യസ്തമായ കളറോട് കൂടിയുണ്ട്. എത്ര ഭാവങ്ങളാണ് നമ്മളിൽ വരുന്നത്. ഇപ്പൊ പണ്ട് മുടിക്ക് കറുപ്പും വെളുപ്പും മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതൊന്നുമല്ല. കളർ തേച്ചിട്ടാണെങ്കിലും വ്യത്യസ്ത കളർ ഉണ്ടാക്കും അല്ലേ. കേരളത്തിൽ ലിപ്റ്റിക് ഒന്നും ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നില്ല. ഇപ്പൊ എല്ലാം സുലഭമായിട്ടുണ്ട്. ലിപ്റ്റിക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ വേഷം വന്നപ്പോൾ നോർത്ത് ഇന്ത്യൻ പണ്ടൊക്കെ ആരെങ്കിലും ഒരാളൊക്കെ ഒളിച്ചും പാത്തിയൊക്കെ സ്കൂളിൽ പഠിക്കുന്നോ കോളേജിൽ പഠിക്കുന്നോ കുട്ടികൾ കുറേശ്ശെ വെച്ച് തയ്ക്കാൻ അറിയാത്ത വിധത്തിലുള്ള ലിപ്റ്റിക്കൊക്കെ വെച്ച് തയ്ച്ചായിരുന്നു. ഇപ്പൊ പിന്നെ അറിയാൻ പാകത്തിന് തയ്ച്ചു തുടങ്ങി. ഇപ്പൊ എന്തൊക്കെ കാണിച്ചാലും വേണ്ടില്ല, ഇതെല്ലാം ഒന്നിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഒന്നിൽ നിന്നാണ് അനേകമായിരിക്കുന്നത്. അനേകങ്ങളാണ് ഒന്നായിട്ട് നിൽക്കുന്നത്. അത് ഒരു സ്ഥലത്ത് ഒരു ഭാവനയിൽ ഒരു വിഷ്വലിൽ കാണുന്നതിനെയാണ് വിശ്വരൂപം എന്ന് പറയുന്നത്. അതിന് സാധാരണ മാംസചക്ഷുസുകളെ കൊണ്ട് നമുക്ക് കാണാനേ പറ്റില്ല. അതിന് മനക്കണ്ണ് തുറക്കണം. അതായത് ജ്ഞാനദൃഷ്ടി തുറക്കണം. ആ ജ്ഞാനദൃഷ്ടി എപ്പോഴാ തുറക്കാന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ തുറക്കുക? മറന്നുപോയോ? ദിവ്യം ദദാപി ചക്ഷു എന്ന് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ അധ്യായത്തിൽ എന്ന് പറഞ്ഞു. തേഷാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനചം തമ നാശ്യൻ ആത്മഭാവസ്വോ ജ്ഞാനദീപേന ഭാസത. ജ്ഞാനത്തിന്റെ കണ്ണു തുറക്കും, അതിന്റെ ദീപം തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിശാലമായ നമുക്കൊരു മനസ്സും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥ ഈശ്വരീയ ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തണം. ആത്മ അവബോധത്തിലേക്ക്, കൃഷ്ണ അവബോധത്തിലേക്ക് എത്തണം. അപ്പോഴേ നമുക്ക് എല്ലാം ഒന്നായിട്ട് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഞാനും നീയും എൻ്റെയും നിൻ്റെയും അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും വിശ്വരൂപമൊന്നും കാണാൻ പറ്റില്ല. സങ്കല്പ വികല്പങ്ങളിലേക്ക് പോകുന്നവർക്ക് ഈശ്വരനെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഭഗവാന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഈശ്വര ദർശനം മാംസചക്ഷുസുകൾ കൊണ്ട് സാധ്യമല്ലെന്നും അതിന് ദിവ്യമായിരിക്കുന്ന ജ്ഞാനദൃഷ്ടി തന്നെ നേടേണ്ടതുണ്ടെന്നും ഗ്രഹിക്കാവുന്നതാണ്. പഠിക്കാം എന്നല്ല പറഞ്ഞത് ഭഗവാൻ, എന്താ ഗ്രഹിക്കണം എന്നാ പറഞ്ഞ്. അപ്പൊ ഈ ജ്ഞാനദൃഷ്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭക്തി സാധനകളൊക്കെ ചെയ്യാൻ പറയണം. ജപതപാദികളൊക്കെ ചെയ്യണം. അപ്പോഴേ മനക്കണ്ണ് തുറക്കൂ. അപ്പോൾ ആർക്കും കാണാൻ പറ്റാത്തത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർക്കും കേൾക്കാൻ പറ്റാത്തത് കേൾക്കാൻ സാധിക്കും. ആരും അറിയാത്ത സാധ് ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. എന്തിന്? ആ ദിവ്യമായ ജ്ഞാനദൃഷ്ടി തുറന്നു കഴിഞ്ഞാൽ ഒരു ഇന്ദ്രിയം കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ ഗുണം അനുഭവിക്കാൻ സാധിക്കും. കൃഷ്ണൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. വിക്രസൊക്കെ ഒപ്പിച്ചിരുന്ന അങ്ങനെയാ. സ്വാമിജിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. കയ്യും കാലും അല്ല വായും മൂക്കും ചെവികളും ഒക്കെ പൊത്തിയിട്ട് ഇവിടുന്ന് ശ്വസിക്കാനുള്ള ഏത് കാശിനാഥനെ കുറേ നേരം ഇങ്ങനെ എല്ലാവർക്കും പിടിച്ചിട്ട് ഇവിടുന്ന് ശ്വസിക്കുന്ന പറയും. അതിപ്പം ആജ്ഞാചക്രത്തിലൂടെ മാത്രമല്ല, ശ്വാസം നമുക്ക്, ഞാനിപ്പോൾ നിങ്ങളെ ചാക്രിയദാനം ചെയ്തപ്പോൾ ശ്വാസം ഓരോ ചക്രത്തിലും കേന്ദ്രീകരിക്കാൻ പറഞ്ഞു. നമുക്ക് സഹസ്രാര പത്മത്തിക്കൂടെ ശ്വാസം എടുക്കുകയും ചെയ്യാൻ പറ്റും. ആ ചെറിയ സൂക്ഷ്മമായ സുഷിരം വഴി ശ്വാസം എടുക്കണം. അതിലെടുത്താലേ ശരിക്കും സുഷുമ്നാ നാഡിയിലൂടെ ശ്വാസം സഞ്ചരിക്കും. ഇപ്പം എന്താ കുഴപ്പം? നമ്മൾ ഈ മൂക്കിക്കൂടെ എടുത്താൽ അവിടെ ഈ സ്വനപേടകത്തിൽ ഒരു അടപ്പുണ്ട്. സുഷുമ്നയിലേക്ക് ഒരിക്കലും ശ്വാസം കയറാതിരിക്കാൻ ആ അടപ്പ് തുറക്കണം. അത് ഈ ശ്വാസപ്രക്രിയ കൊണ്ട് തന്നെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ തന്നെ തുറക്കുന്ന പറയണം. അതിന് യോഗ്യത ഉള്ളവർക്ക്. അപ്പോഴാണ് ശരിക്കും സഹസ്രാരപത്മം വഴി ശ്വാസം പോക്കുവരവ് തുടങ്ങാം.
അതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് നമുക്ക് ഇവിടെ സ്പന്ദിക്കാൻ തുടങ്ങുക എന്നുള്ളത്. ജപതപാദിയൊക്കെ കുറേ കാലം ചെയ്തു കഴിഞ്ഞാൽ ജപം കഴിയുമ്പോഴത്തേനും സഹസ്രാര പത്മം സ്പന്ദിക്കാൻ തുടങ്ങും. ആജ്ഞാചക്രത്തിൽ കൃത്യം തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ശ്വാസത്തിൻ്റെ കൺട്രോൾ ആയിട്ടില്ല. എനിക്ക് ഈ ആജ്ഞാചക്രവും സഹസ്രാര പത്മവും ഒക്കെ ജപം കഴിയുമ്പോഴത്തേനൊക്കെ സ്പന്ദിക്കുന്നത് അറിയാൻ പറ്റും. നമ്മൾ പോസിറ്റീവ് എനർജി കൂടുതൽ ക്രിയേറ്റ് ആയ ദിവസമൊക്കെ പ്രത്യേകം അറിയാൻ പറ്റും അതൊക്കെ. അപ്പോൾ ഇതാണ് ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ, കൃപ കൊണ്ടല്ലാതെ ഈ ജ്ഞാനദൃഷ്ടി കിട്ടില്ല. ജ്ഞാനദൃഷ്ടി എപ്പോൾ കിട്ടുന്നോ അപ്പോഴേ വിശ്വരൂപം കാണാൻ പറ്റും. വിഭൂതി തന്നെ മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധിയോഗം, ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗം കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിലാണ് ഈ ജ്ഞാനമാകുന്ന ദീപം ഞാൻ തെളിയിക്കുന്നു ഭഗവാൻ പറഞ്ഞത്. അതെപ്പോഴാണ് തെളിയിക്കുക? ഒരു ഭക്തനോട് ഭഗവാന് നമ്മുടെ ഭക്തിയുത സേവനങ്ങൾ കണ്ടിട്ട് ഭഗവാന് അനുകമ്പ തോന്നണം. അനുകമ്പം തോന്നിയാലാണ് പിന്നെ തേഷാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനചന്തമ നാശേന്നാത്മഭാവസ്ഥോ ജ്ഞാനദീപേന വസത. ആ ജ്ഞാനമാകുന്ന ദീപം, ജ്ഞാനദൃഷ്ടി എപ്പോൾ തുറന്നു കിട്ടുന്നോ അപ്പോൾ മാത്രമേ നമുക്ക് വിശ്വരൂപം കാണാൻ പറ്റും. ഇതിപ്പോൾ എത്ര പ്രാവശ്യം കേട്ടാലും കാണാൻ പറ്റില്ല. പിന്നെ കാണാനുള്ള ഒരു മാർഗം എന്താ? നമ്മളൊരു വിശാല ബുദ്ധി പ്രയോഗിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളതും സകലതും ഈശ്വരൻ്റെ ശരീരമായിട്ട് ശരീരത്തിൽ കാണുന്ന പോലെ കാണാൻ സാധിക്കുമോ എന്ന് നോക്കാം. നമ്മളെപ്പോലും ഈശ്വരൻ്റെ ശരീരത്തിൽ കാണണം. അർജുനൻ വിശ്വരൂപം കാണുമ്പോൾ ഈ യുദ്ധക്കളവും യുദ്ധത്തിൽ നടക്കുന്നതും ഇവിടെ ഗീതോപദേശം നടത്തുന്ന ഇവരുടെ പ്രതിബിംബങ്ങൾ, അർജുനെയും ശ്രീകൃഷ്ണനെയും പോലും അതിനകത്ത് കണ്ടിരുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു മനസ്ഥിതി, വിശാല മനസ്സോടുകൂടി വിശാല ബുദ്ധിയോടുകൂടി ഇരുന്നാലേ ഇപ്പൊ വിശ്വരൂപം പറയുമ്പോഴും നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കൂ. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണ്ടേ. പിന്നെ എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ആരും വിശ്വരൂപത്തെ ധ്യാനത്തിലെടുക്കാൻ പോകണ്ടാട്ടോ. ധ്യാനത്തിലെടുക്കാൻ ഇപ്പം അത്രയും യോഗ്യത ആയിട്ടില്ല. ദിവ്യ ചക്ഷസ് ലഭിക്കാതെ അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യരുത്. അത് അപകടത്തിലെത്തും. അതുകൊണ്ട് അത് വേണ്ട. വിശ്വരൂപ ദർശനമൊക്കെ കാണാപ്പാടം പഠിച്ചിട്ട് ധ്യാനത്തിലെടുത്ത് നടക്കുന്ന യാത്രയിലും നടപ്പിലും എടുപ്പിലും ഒക്കെ ചെയ്യുന്ന ഒരാളെ എനിക്കറിയായിരുന്നു. പക്ഷെ അദ്ദേഹം കുറേ കാലങ്ങൾക്ക് ശേഷം, ഇപ്പോൾ ആൾ മരിച്ചു, എന്നാലും എനിക്ക് നേരിട്ട് അറിയാം. എൻ്റെ കൂടെയൊക്കെ വായിക്കാനൊക്കെ വന്നിരുന്ന ആളാണ്. അദ്ദേഹം ആകെ അവസാനം മെൻ്റലി അപ്സെറ്റായിപ്പോയി. നമ്പൂരില്ല, ഭാഗവതരുണ്ടായിരുന്നു, ബാലഗംഗാധർ. ഇവിടെയൊക്കെ വായിക്കാൻ വന്നിട്ടുണ്ട്. ഗുരുവായൂർ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. 2-3 വായനക്കൊക്കെ ഗീതാസപ്താഹത്തിന് എന്നെ സഹായിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയാലൊക്കെ ചിലപ്പം ആ മുഴുവൻ വിശ്വരൂപ ദർശനത്തിലെ ശ്ലോകങ്ങൾ മുഴുവൻ കാണാപ്പാടാം. അപ്പോൾ ഇടയ്ക്ക് അതിലേക്ക് ലയിച്ചിരിക്കും. ബസ്സിലിരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയിട്ട് ചായ പറഞ്ഞിട്ടിരിക്കുന്ന ആ സമയം കൊണ്ട് ഇദ്ദേഹം പോവും, ക്ലിക്കാവും. എന്നിട്ട് അടുത്ത് വന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചാലോ കൊണ്ടുവന്ന് വെച്ചാലോ ഒന്നും അറിയില്ല. അങ്ങനെ ഒരു സമാധിസ്ഥന്റെ കൂട്ടാവുന്ന, പിന്നെ തട്ടി വിളിക്കുകയൊക്കെ വേണം. വീട്ടർമാർ തന്നെ ചോദിക്കും ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന്. അങ്ങനെയൊക്കെ ഗുരുവായൂരിൽ തന്നെ എനിക്ക് നേരിട്ട് ഒരുപാട് അനുഭവങ്ങൾ കണ്ടു അദ്ദേഹമായിട്ട്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയും, എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടെ നടക്കണേ, അതായത് എൻ്റെ സെക്യൂരിറ്റി ആയിട്ട് അയാൾ നടക്കണേന്ന് എന്നോട് പറയാറുണ്ട്. തിരുമേനി പോയി മായപ്പെടാതിരിക്കാനാണ് ഞാൻ കൂടെ നടക്കണമെന്ന് പറയും. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മായയിൽ പോവുകയും ചെയ്യും. സ്ഥലകാല ബോധം ഇല്ലാതെയൊക്കെ നിൽക്കും ചിലപ്പോൾ. അപ്പം അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിശ്വരൂപ ദർശനം മുഴുവൻ ബൈഹാർട്ടാക്കിയിട്ട് അത് ഓരോ ശ്ലോകം ബൈ ശ്ലോകം അതിൻ്റെ ശരിക്കും അത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ധ്യാനത്തിലേക്ക് പോകും. അതാ പ്രശ്നം. അത് അത്ര പക്വത വരാതെ എടുത്താൽ പ്രശ്നമാണ്.
ഞാൻ പറഞ്ഞില്ലേ, ജ്ഞാനദൃഷ്ടി കിട്ടാതെ ഒരിക്കലും വിശ്വരൂപ ദർശനം നമുക്ക് ശരിക്കും മനസ്സിലാവുക തന്നെ ഇല്ല. നമുക്കിപ്പോൾ നേരിട്ട് ശ്രീകൃഷ്ണനെ കണ്ടാൽ പോലും മനസ്സിലാവില്ല, പിന്നെ ഇപ്പം ഇനി വിശ്വരൂപം കണ്ടാലോ? അപ്പൊ അതുകൊണ്ടാണ് അർജുനൻ യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചതും യോഗ്യത ഭഗവാൻ കൊടുക്കുകയാണ്. നാശരഹിതമായ എൻ്റെ ആത്മസ്വരൂപത്തെ കണ്ടാലും, ആത്മാവിന് ശരിക്കും രൂപമില്ല, ആ അവ്യക്ത സ്വരൂപത്തിൽ ഈ ലോകത്തെ മുഴുവൻ ഒന്നായിട്ട് കണ്ണാടി കാണുന്ന പോലെ കാണണമെങ്കിൽ അതിന് ദിവ്യചക്ഷസ് വേണം. അല്ലാതെ ഒരിക്കലും അതിന് പ്രത്യേക ഒരു ഭൂത കണ്ണാടി വെച്ചാലൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്താ സംഭവിച്ചേ എന്ന് സഞ്ജയനാണ് പറയണത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ദിവ്യചക്ഷസ് ഞാൻ നിനക്ക് തരാം, എന്നിട്ട് നീ ഈ പറഞ്ഞതൊക്കെ കണ്ടോളൂ. ഇനി എന്തെങ്കിലും കാണാൻ ആഗ്രഹിക്കണ്ടേ അതും കൂടെ കണ്ടോളൂ. ഇതുവരെ കണ്ടിട്ടില്ലാത്തതൊക്കെ കണ്ടോളൂ. ഈ ജ്ഞാനദൃഷ്ടി കിട്ടിയാൽ അത് ഈ ഏറ്റവും ധൃതരാഷ്ട്രക്ക് ഏറ്റവും വലിയ പറ്റിയ അബദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അജ്ഞതയുടെ പ്രതീകാത്മകമായിട്ടിരിക്കുന്ന ആള് ഈ വ്യാസദേവൻ തന്നെ ദിവ്യചക്ഷസ് കൊടുക്കാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊണ്ടു ചെന്നു. അവിടെ ഇരുന്നുകൊണ്ട് കുരുക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധം മുഴുവൻ കാണും, അവിടെ നടക്കുന്ന സംഭവങ്ങളും ആരെങ്കിലും വർത്താനം പറഞ്ഞാൽ പോലും അറിയാൻ പാകത്തുള്ള ഒരു സംവിധാനമാണ് ദിവ്യദൃഷ്ടി എന്ന് പറയുന്നത്. അത് നിനക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. എനിക്കതൊന്ന് കാണാനും കണ്ടിരിക്കാനൊന്നും സമാധാനം ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല, എപ്പോഴും ടെൻഷനാ. അതെ, ഈ യഥാർത്ഥത്തിൽ ടെൻഷൻ ആർക്കാ കൂടുതൽ ഉണ്ടാവുക എന്നറിയും? ആർക്കാ ടെൻഷൻ കൂടുതലുണ്ടാവും? അയാൾ ചെയ്യുന്നത് തന്നെ ധർമ്മമല്ല എന്ന് ബോധ്യം വരികയും എന്നാൽ ആ ധർമ്മത്തിന് വേണ്ടിയിട്ട് ഉറച്ചു നിൽക്കാൻ പറ്റാതെ വരികയും ചെയ്യും. അതിനെന്താ കാരണം? ധൃതരാഷ്ട്രക്ക് പറ്റിയ ഏറ്റവും ഈ പലരുടെ ഉപദേശമൊക്കെ കേട്ടിട്ടുണ്ട്, നല്ലോണം ബോധമൊക്കെ ഉണ്ട്, ഈശ്വരൻ ആരാന്നൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ ഒരൊറ്റ ആളുടെ പുത്രവാത്സല്യം കാരണം ദുര്യോധനെ പേടിച്ചിട്ട് അവനവന് രാജാവായിരുന്നിട്ട് പോലും ധർമ്മം നടപ്പാക്കാൻ പറ്റി. അപ്പൊ ചഞ്ചലാവസ്ഥ ഉണ്ടാവും. അത് ഭയമാണ്. ദുര്യോധന ഭയമായിരുന്നു ശരിക്കും. വാത്സല്യം ഉണ്ടായിരുന്നു, മകൻ എന്നുള്ള ധാരണമുണ്ട്, അതിലും വലിയ ഭയമാണ്. ആ ഭയം എന്തുകൊണ്ട് വന്നു? താൻ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ ധർമ്മവിരുദ്ധാണ്, അതെല്ലാം മകന് വേണ്ടിയിട്ടാ ചെയ്യുന്നതെന്ന് നല്ല ബോധമുണ്ട്. അതുകൊണ്ടാ ചഞ്ചലാവസ്ഥ ഉണ്ടായത്. അപ്പൊ അതിന്റെ കൂടെ ഇനി ഈ നടക്കുന്ന ഈ വെട്ടും കുത്തും ഒക്കെ അവിടെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞതാ അന്നേരത്തെ സ്ഥിതി. അത് കൊണ്ടു കൊടുത്താലും വാങ്ങാനും ഒരു യോഗ്യത വേണേ. അതേസമയം ഈ ദിവ്യദൃഷ്ടി അന്ന് മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ, ഇദ്ദേഹം ദിവ്യദൃഷ്ടി കൈനീട്ടി വാങ്ങിയിരുന്നെങ്കിൽ അവിടെ യുദ്ധം അവസാനിക്കും. ദുര്യോധനെ ഒന്ന് പിടിച്ച് കൊന്നുകളയും, ഇല്ലെങ്കിൽ പിടിച്ച് ജയിലിലടി. ജ്ഞാനദൃഷ്ടി എന്ന് പറഞ്ഞാൽ ധർമ്മദൃഷ്ടിയാണ്. ധർമ്മമല്ലാതെ പിന്നെ ഒന്നും കാണാനും ചിന്തിക്കാനും പറ്റില്ല. യഥാർത്ഥ രാജാവായിട്ട് മാറും. ഇതാണ് ചില സമയത്ത് നമുക്ക് മുമ്പിൽ കിട്ടിയ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ വരുന്നു പറയും. ഇതാണ് തൊന്നഭാഗ്യം വേണ്ടേ കഴിക്കാൻ. മുമ്പിൽ കിട്ടിയാലും ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ദുരിതമൊക്കെ അനുഭവിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ദൈവം പറഞ്ഞാലും കേൾക്കൂല. ചിലർക്ക് ചില കാര്യങ്ങളെ എത്ര സാരോപദേശം കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, അവരുടെ വഴിക്ക് തന്നെ പോകും. അവരുടെ മനസാക്ഷി പറഞ്ഞു കൊടുക്കും ചെയ്യുന്ന തെറ്റാണ്, പറയുന്നത് തെറ്റാണെന്നൊക്കെ. എന്നാലും വേണ്ടില്ല, അവരങ്ങനെ സ്വഭാവസ്തു പ്രവർത്തനം. ചില കാര്യങ്ങൾ നമ്മൾ പോയി പെട്ടിട്ട് ചിലത് അനുഭവിക്കേണ്ട കാലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ദിവ്യദൃഷ്ടി, ഇതേ ദിവ്യദൃഷ്ടിയാണ് ധൃതരാഷ്ട്രക്ക് കൊടുക്കാമെന്ന് വ്യാസദേവൻ പറഞ്ഞത്. എന്നിട്ട് ആ ഭാഗ്യം ആർക്ക് സിദ്ധിച്ചു? സഞ്ജയനെ കിട്ടിച്ചു. അതുകൊണ്ട് സഞ്ജയനാണ് പറയുന്നത്,
ഇവിടെ വിശ്വരൂപം. സഞ്ജയന് നേരത്തെ ദിവ്യദൃഷ്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ അർജുനന് ഭഗവാൻ കൊടുത്തിട്ട് വേണം കാണുന്നത്. അത് കണ്ടിട്ട് വേണം അർജുനൻ പറയണമെങ്കിൽ. അപ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ്. ഈ ഗ്യാപ്പിൽ പിന്നെ എന്താ നടന്നതെന്നുള്ളതും സഞ്ജയൻ തന്നെയാണ് തുടക്കം മുതലേ ഗീത പറയുന്നത് നമ്മളോട്. അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നും ധൃതരാഷ്ട്ര ചോദിക്കുന്നതിന് ഉത്തരവായിട്ട് സഞ്ജയൻ തന്നെ പറയുന്നത്. അപ്പൊ ഇവിടെ വിശ്വരൂപം അർജുനൻ കാണുന്നതിന് മുമ്പ് ആരാണ് ആദ്യം കണ്ടതെന്ന് ചോദിച്ചാൽ സഞ്ജയനാണ് കണ്ടത്. അതുകൊണ്ട് സഞ്ജയനാണ് പറയുന്നത്. സഞ്ജയ വാച ഏവമുക്ത തതോ രാജൻ മഹായോഗേശ്വരവും ഹരിയും ദർശയാമാസപാത്തായ പരമം രൂപമൈശ്വര്യം. സഞ്ജയൻ പറഞ്ഞു, രാജൻ ധൃതരാഷ്ട്രോടെ പറയട്ടെ, മഹായോഗേശ്വരൻ അല്ലയോ രാജാവേ, മഹായോഗീശ്വരനായിരിക്കുന്ന ഹരിം ഏവം ഉക്ത ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞിട്ട് തത പരമം ഐശ്വര്യം രൂപം, അനന്തരം പരമമായിരിക്കുന്ന ഈശ്വര രൂപത്തെ പാർത്ഥായ ദർശയാമാസ, അർജുനനായിക്കൊണ്ട് കാണിച്ചു കൊടുത്തു. അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, മഹായോഗേശ്വരനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഇപ്രകാരം അർജുനനോട് പറഞ്ഞ ശേഷം മഹത്തായ വിശ്വരൂപത്തെ അർജുനന് കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ ഐശ്വര്യമായിരിക്കുന്ന യോഗശക്തി അതിശയത്തെ മഹായോഗേശ്വരൻ എന്ന വിശേഷണം സൂചിപ്പിക്കുന്നു. എപ്പോഴാണോ അർജുനന് ദിവ്യദൃഷ്ടി ഭഗവാൻ കൊടുത്തത് അപ്പോൾ കണ്ടു എന്ന് വിചാരിക്കണം. എന്താണ് കണ്ടത് എന്നും സഞ്ജയനാണ് പറയുന്നത്. കാരണം സഞ്ജയനും അർജുനന് ഇപ്പൊ ദിവ്യദൃഷ്ടി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. കൊടുക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ സഞ്ജയന് ദിവ്യദൃഷ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ സംഭവം ലൈവായിട്ട് കാണുകയാണ് സഞ്ജയൻ അവിടെ എന്താണ് നടക്കുന്നതെന്ന്. അപ്പം വിശ്വരൂപം കൊടുക്കാൻ അർജുനെ കാണിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് പറയലും കാണലും ഒപ്പം ആർക്ക് സാധിച്ചു? സഞ്ജയൻ. മറ്റേ ആൾക്ക് ദിവ്യദൃഷ്ടി കിട്ടിയിട്ട് വേണം കാണാൻ. അപ്പോൾ സംശയം നമുക്ക് തോന്നും, വിശ്വരൂപം അർജുനെ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സഞ്ജയൻ എങ്ങനെയാ കണ്ടേ? രണ്ടും ഒപ്പം നടക്കണം. അതെ, നേരത്തെ ഉള്ളത് കൊണ്ട് അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ സഞ്ജയനെ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നേരത്തെ ദിവ്യദൃഷ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് മൂന്നാമതൊരാൾ പറയുന്നു മാത്രം. അങ്ങനെ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അർജുനൻ ഇനി പറയുന്നുണ്ട്, പക്ഷെ ഒരു നിമിഷം വ്യത്യാസം. അനേക വക്രനയനം, അനേക അത്ഭുത ദർശനം, അനേക ദിവ്യാഭരണം, ദിവ്യാം അനേകാദ്യുതായുധം, ദിവ്യമാലാംബരതരം, ദിവ്യഗന്ധാനുലേപനം, സർവാശ്ചര്യമയം ദേവം അനന്തം വിശുദ്ധോമുഖം. അനേക വക്രനയനം, അനേക മുഖങ്ങളോടും കണ്ണുകളോടും കൂടിയതും, അനേക അത്ഭുത ദർശനം, അനേകം അത്ഭുത കാഴ്ചകളോട് കൂടിയതും, അനേക ദിവ്യാഭരണം, അനേക ദിവ്യ ആഭരണങ്ങളോടും കൂടിയതും, ദിവ്യാം അനേകാദ്യുതായുധം, ഉയർത്തിപ്പിടിച്ച അനേകം ദിവ്യ ആയുധങ്ങളോട് കൂടിയതും, ദിവ്യ മാലാംബരതരം, ദിവ്യങ്ങളായിരിക്കുന്ന മാലകളും വസ്ത്രങ്ങളും ധരിച്ചതും, ദിവ്യ ഗന്ധാനുലേപനം, സർവാശ്ചര്യമയം, സകല ദിവ്യ സുഗന്ധ ദ്രവ്യങ്ങൾ പൂശിയിട്ടുള്ളതും, സർവാശ്ചര്യമയം, സകല വിധത്തിലും ആശ്ചര്യപൂർണമായതും, ദേവം അനന്തം, പ്രകാശസ്വരൂപമായതും, അവസാനമില്ലാത്തതും, വിശ്വതോമുഖം, സർവത്ര മുഖങ്ങളോട് കൂടിയതും ആയിരുന്നു ആ രൂപം. അനേക മുഖങ്ങളോടും കണ്ണുകളോടും അനേക അത്ഭുത കാഴ്ചകളോടും അനേക ദിവ്യാഭരണങ്ങളോടും ഉയർത്തിപ്പിടിച്ച അനേക ദിവ്യ ആയുധങ്ങളോട് കൂടിയതും, ദിവ്യങ്ങളായിരിക്കുന്ന മാലകളും വസ്ത്രങ്ങളും ധരിച്ചതും, ദിവ്യ സുഗന്ധങ്ങൾ അണിഞ്ഞതും, സകല വിധത്തിലും ആശ്ചര്യപൂർണവുമായിരിക്കുന്ന ആ പ്രകാശ സ്വരൂപം അവസാനമില്ലാത്തതും സർവത്ര മുഖങ്ങളോട് കൂടിയതും ആയിരുന്നു. ആ മുക്കൊരെണ്ണം വലിയ ഭാഗവതം അടിയിൽ ഇതാണ് വിശ്വരൂപം. സ്വരൂപം കണ്ട എല്ലാരും?
വടശ്ശേരി തിരുമേനിയാണ് കാണിച്ചു തരുന്നത്. ഇതാ ഇന്ന് സൈറ്റിലുണ്ട് വടശ്ശേരി. നീ വിശ്വരൂപം കണ്ടില്ല എന്നാരും പറഞ്ഞേക്കരുത്. ആ പ്രകാശ സ്വരൂപം അവസാനമില്ലാത്തതും സർവത്ര മുഖങ്ങളോട് കൂടിയതുമായിരുന്നു. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. നമ്മൾ എത്ര പേരിയ്ക്കുന്നുണ്ടോ അവരുടെയൊക്കെ കണ്ണുകള്, തലകള്, എത്ര പേരിയ്ക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഇരട്ടി കണ്ണുകള്, ഇരട്ടി ചെവികള്, ഇരട്ടി കയ്യും കാലും, അത്ഭുത കാഴ്ചയോടുകൂടി ഒരു സൈറ്റിൽ എല്ലാവരുടെയും കയ്യും കാലും ഒക്കെ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന പോലെ ഉണ്ട്. അതൊക്കെ കൂടെ കൂട്ടിച്ചേർത്താൽ അത് വിശ്വരൂപമായിട്ട് കണ്ടോളൂ. നമ്മുടെ കയ്യിലൊക്കെ എന്തൊക്കെയുണ്ടോ ഒക്കെ കാണാൻ പറ്റുന്ന അർത്ഥം. ആശ്ചര്യപൂർണമായിരിക്കുന്ന അപ്രകാരം സ്വരൂപം അവസാനമില്ലാത്തതും സർവത്ര മുഖങ്ങളോട് കൂടിയതുമായിരുന്നു. അതാണ് വിശ്വരൂപം എന്ന് പറയുന്നത്. ദിവ്യസൂര്യ സഹസ്രസ്യ ഭവേദ യുഗപത്യത യതിഭാ സദൃശി സാക്ഷാത് ഭാസസ്യ മഹാത്മന. എത്രയൊക്കെ വിസ്തരിച്ചാലും ഉണ്ടല്ലോ, ഇത് അവനവന്റെ ബുദ്ധി കൊണ്ട് ഇല്ലേ അവനവന്റെ ഭാവനയിൽ ഇതൊരു സങ്കല്പമായിട്ട് എല്ലാം ഒരിടത്ത് നമ്മുടെ വ്യത്യസ്ത ഭാവത്തിനും രൂപത്തിനും വേഷത്തിലും ഒക്കെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഒരു പോയിന്റിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ ദർശിക്കുന്ന ഒരു സങ്കല്പം നമ്മൾ കൊണ്ടുവരാം. അതാണ് വിശ്വരൂപ ദർശനം. ഒരാളുടെ ശരീരത്തെ എല്ലാവരും പ്രതിഫലിക്കുന്നതായിട്ട് കണ്ടാൽ ഭഗവാന്റെ ശരീരത്തിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വിശാല ബുദ്ധി വേണം, വിശാല മനസ്സ് വേണം, വിശാല ദൃഷ്ടി വേണം. അപ്പോഴേ ഇത് കാണാൻ പറ്റും. ദിവ്യ സൂര്യ സഹസ്രസ്യ ഭവേദ യുഗപത്യത യതിഭാ സദൃശി സാസ്യാത് ഭാസസ്യ മഹാത്മന. ദിവ്യ സൂര്യ സഹസ്രസ്യ ആകാശത്തിൽ 1000 സൂര്യന്മാരുടെ യുഗ പതിതായതി ഭവേത് ഒരുമിച്ചുള്ള ഉദയം സംഭവിക്കുന്നത് പോലെ സാ ഭാ തസ്യ മഹാത്മന ആ പ്രഭ ആ മഹാത്മാവിൻ്റെ ഭാസ സദൃശി സ്യാത് പ്രഭയ്ക്ക് തുല്യമായേക്കാം. ആകാശത്തിൽ അനേകായിരം സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ച് ഉയരുകയാണെങ്കിൽ ആ പ്രഭ വിശ്വരൂപം ധരിച്ചിരിക്കുന്ന ആ വിശ്വരൂപം ആ മഹാത്മാവിൻ്റെ പ്രഭയ്ക്ക് തുല്യമായേക്കാം. ആ പ്രഭയ്ക്ക് തുല്യമായേക്കാം എന്ന് സഞ്ജയൻ സന്ദേഹിക്കുകയാണ്. വിശ്വരൂപ പ്രഭയോട് ഉപമിക്കാൻ മറ്റൊന്നും തന്നെ ഇല്ല എന്ന ഭാവം. 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നാലുണ്ടാകുന്ന ഒരു പ്രഭാവലയം അവിടെ പ്രകടമായി എന്നാണ് സഞ്ജയൻ പറയുന്നത്. നമുക്ക് ഒരു സൂര്യന്റെ നേരെ പോലും നോക്കാൻ പറ്റില്ല. അപ്പൊ 1000 സൂര്യന്മാർ ഉദിച്ചുയർന്നാൽ എത്രമാത്രം ഭവയുണ്ടാവും? അതിനെ ഉൾക്കൊള്ളണമെങ്കിൽ ദിവ്യദൃഷ്ടി ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല. നമുക്ക് ഈ സാധാരണ മാംസ ചക്ഷുക്കളെ കൊണ്ട് ഒരു സൂര്യന്റെ നേരെ തന്നെ നമുക്ക് നോക്കാൻ പറ്റില്ല. കണ്ണ് തിരുമ്മിക്കൊണ്ട് പോരും, കണ്ണിലൊക്കെ വെള്ളമാവും അല്ലേ സൂര്യനെ നോക്കാൻ പോയാൽ. അപ്പൊ 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചു വരുന്നാൽ എന്തുമാത്രം പ്രഭ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കാം. അത്രമാത്രം പ്രഭാവലയം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. തത്രൈകസം ജഗൽകൃഷ്ണം പ്രവിഭക്തം അനേകത അപശ്യദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തത്. അനേകത പ്രവിഭക്തം അനേകം പ്രകാരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ജഗൽകൃഷ്ണം ജഗത്തിന്റെ മുഴുവനും ദേവദേവസ്യ ദേവദേവനായിരിക്കുന്ന ഭഗവാന്റെ ആ ശരീരെ ഏകസ്ഥം ശരീരത്തിൽ ഒന്നിച്ച് സ്ഥിതി ചെയ്യുന്നതായിട്ട് തഥാ പാണ്ഡവ അപശ്യാത് അപ്പോൾ അർജുനൻ കണ്ടു. അനേക പ്രകാരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ജഗത്ത് ആസകലത്തെയും ദേവദേവനായിരിക്കുന്ന ഭഗവാന്റെ ശരീരത്തിൽ വിശ്വരൂപത്തിൽ ഒരിടത്തിരിക്കുന്നതായിട്ടും അപ്പോൾ അർജുനൻ കണ്ടു. എപ്പോൾ കണ്ടു?
ഭഗവാന്റെ അനുഗ്രഹത്താൽ അർജുനൻ എപ്പോഴാണോ ദിവ്യ ചക്ഷുസ് ലഭിച്ചത് അപ്പോൾ കണ്ടു എന്ന് ധരിക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ സിക്സ് സെൻസ് മനക്കണ്ണ് എപ്പോൾ തുറക്കുന്നോ അപ്പോഴേ നമുക്ക് ഇതൊന്ന് സങ്കല്പിച്ചെടുക്കാൻ തന്നെ പറ്റും. അപ്പൊ നമ്മുടെ ബുദ്ധി വിശാലമായിരിക്കണം, കണ്ണ് വിശാലമായിരിക്കണം, കാഴ്ചകളും കാഴ്ചപ്പാടും ചിന്തകളും ഒക്കെ വിശാലമായിരിക്കണം. സ്വാർത്ഥ താല്പര്യമോ ഇത് ദ്വന്ദ്ഭാവമോ, അതായത് സങ്കല്പ വികല്പങ്ങളോ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ തന്നെ സാധ്യമല്ല. ഞാൻ എൻ്റെ നിന്റെ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിലേ വിശ്വരൂപമൊന്നും സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് തത്രൈകസം ജഗൽകൃഷ്ണം പ്രവിഭക്തം അനേകത അപശ്യ ദേവദേവസ്യ ശരീരേ പാണ്ഡവസത. അനേക പ്രകാരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ജഗത്ത് ആസകലത്തെയും ദേവദേവനായിരിക്കുന്ന ഭഗവാന്റെ ശരീരത്തിൽ, ഒരേ ശരീരത്തിൽ ഈ ജഗത്തിനെ മുഴുവൻ കാണുക വിവിധ രൂപത്തിൽ. അനേക വക്രനയനം തതസ്സ വിസ്മയാമൃഷ്ടോ ഹൃഷ്ടരോമോ ധനഞ്ജയ ഹൃഷ്ടരോമാ ധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലീര ഭാഷത. തത വിസ്മയാമൃഷ്ട, പിന്നെ വിസ്മയാഭരിതനും, ഹൃഷ്ടരോമ സ ധനഞ്ജയ, പുളകം പൂണ്ടവനുമായിരിക്കുന്ന ആ അർജുനൻ ദേവം ശിരസാ പ്രണമ്യ, ഭഗവാനെ ശിരസാ നമസ്കരിച്ചിട്ട് കൃതാഞ്ജലി അഭാഷത, തൊഴുകയോടുകൂടി ഇപ്രകാരം പറഞ്ഞു. വിശ്വരൂപ ദർശനത്തോടെ വിസ്മയാധീതനും പുളകിത ശരീരനുമായിരിക്കും തീർന്ന അർജുനൻ ഭഗവാനെ തല താഴ്ത്തി നമസ്കരിച്ചിട്ട് തൊഴുകയോടുകൂടി ഇപ്രകാരം പറഞ്ഞു. ഇപ്പോഴാണ് അർജുനൻ ആ വിശ്വരൂപം കണ്ടു എന്ന്, എന്തൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അർജുനന്റെ ഭാഷ എപ്പോഴാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് വിസ്മയാധീതനായി, പുളകിത ശരീരനായി, രോമാഞ്ചം ഉണ്ടായി അർജുനന്. ഭഗവാനെ തല താഴ്ത്തി നമസ്കരിച്ചു. കാരണം ഇതുവരെ കണ്ട ശ്രീകൃഷ്ണനല്ല അവിടെ കാണുന്നത്. മറ്റേ സാധാരണ സുഹൃത്തായിട്ടും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവത്തെ സാധാരണ മനുഷ്യന്റെ ശരീരമായിട്ട് നിൽക്കുന്ന ആളെ കണ്ടത്. പക്ഷെ ഇവിടെ വിശ്വരൂപം കാണിച്ചപ്പം ആകെ മാറിപ്പോയി. അതാണ് ഇതുവരെ കാണാത്തത് കണ്ടതിൻ്റെ രോമാഞ്ചം ഉണ്ടായി. പിന്നെ ആകെ വിസ്മയിച്ച് അന്തം വിട്ട് നിൽക്കുക. എന്നാലും ബോധം നഷ്ടപ്പെട്ടില്ല, തല താഴ്ത്തി നമസ്കരിച്ചു. നമ്മൾ സാധാരണ കാണുന്ന ആളല്ല എന്ന് മനസ്സിലായി. നമ്മൾ സാധാരണ കാണുന്ന ആളെ പോലും നമ്മളിൽ ഈശ്വര ചൈതന്യം ഉണർന്നാൽ മാത്രമേ ആ വ്യക്തിത്വത്തെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മളിലുള്ള ആത്മചൈതന്യം, ഭഗവാൻ എല്ലാവരെയും 100% ബയോഡേറ്റ അറിയാം. എല്ലാവരുടെയും ചലനങ്ങളും നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തികളൊക്കെ ഭഗവാൻ അറിയാം. നമ്മളെ ഏത് സമയത്ത് ഭഗവാനെ ഒളിച്ചിട്ട് ഒന്നും ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല. അപ്പൊ ഭഗവാനെ ഭജിച്ച് ഭജിച്ച് തന്മയീ ഭാവത്തിലേക്ക് എത്തുന്ന ഒരാൾക്ക് പിന്നെ നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ എന്താ ചിന്തിക്കുന്നതെന്ന്, എന്താണ് പറയുന്നതെന്ന്, എന്താണ് അവര് ദൂരെ ഇരുന്നാൽ പോലും എന്താ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് ഈ ജ്ഞാനക്കണ്ണ് തുറന്നാലുള്ള ഗുണം. ചില സമയത്ത് അപകടമാണ്. നമ്മൾ ചിലപ്പോൾ കാണാൻ പാടില്ലാത്തൊക്കെ കണ്ടു നിൽക്കും. മനസ്സിലായില്ലേ? ആ, എന്ത് കാര്യത്തിനും ഉണ്ടല്ലോ, ഗുണമുണ്ട് ദോഷമുണ്ട്. ഒരാള് മുഖത്ത് കണ്ട അയാളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തിക്കുന്നതൊക്കെ അറിയാനുള്ള വരം തരാന്ന് ചോദിക്കും. അത് വേണ്ട മോനെ, തനിക്ക് അപകടമാണ്, അത് വേണ്ട. അല്ല, എനിക്ക് അത് തന്നെ വേണമെന്ന് വാശി പിടിച്ചത് വന്നു. പിന്നെ പോവും. ഓരോരുത്തരും നോക്കുമ്പോ ഓരോന്ന് തോന്നും. നല്ലത് തോന്നും, ചെയ്തത്
പിന്നെ ഭാര്യ അടുത്ത് പോകുമ്പോ ഭാര്യക്ക് വേറെ അത് പറഞ്ഞ ദിവ്യദക്ഷസ് കിട്ടുന്ന നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാതിരിക്കുന്നതല്ല. അതെ, അതുകൊണ്ടാണ് ഈ മറവി എന്ന് പറഞ്ഞ പ്രതിഭാസം ഈശ്വരൻ തന്നെ ഉണ്ടാക്കി വെച്ചത്. എന്നാൽ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഹിറ്റായിട്ടുണ്ടെങ്കിൽ അത് മറക്കില്ല. നമ്മളോട് ആരെങ്കിലും ഏതെങ്കിലും കാലത്തിൽ വാക്ക് പറഞ്ഞേക്കണ വാക്ക് പോലും മറക്കില്ല. ചിലർ നമ്മളോട് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടല്ലോ, ഞാൻ മറക്കില്ലേ, ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓരോ സന്ദർഭത്തിലും ഓരോരുത്തർ പറഞ്ഞേക്കണ വാക്കുകൾ. അത് നമുക്ക് ഈ 3 കാലങ്ങളെയും അറിയാം, മറ്റുള്ളവരെ അറിയാൻ സാധിക്കുക എന്നൊക്കെ പറയണത് ചില സമയത്ത് അപകടം. അപ്പൊ കൂടുതൽ അതുപോലെ തന്നെ നമ്മുടെ പൂർവജന്മ സ്മൃതിയും കൂടുതൽ ഉണ്ടാകാതിരിക്കുന്നുണ്ട്. നല്ലതൊക്കെ ശരി, ഇല്ലെങ്കിൽ ചിലപ്പോൾ ശത്രുവിനെയും പരിചയപ്പെടേണ്ടി വരും. മനസ്സിലായി? പല കാര്യങ്ങളും പണ്ട് ചെയ്ത് എനിക്കിപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പം ഈ ദിവ്യദൃഷ്ടി ചില കാര്യങ്ങളിൽ നമുക്ക് ഈശ്വരീയ ദർശനത്തിന് മാത്രമല്ല പ്രയോജനപ്പെടുക. ഈ ദിവ്യദൃഷ്ടി കിട്ടിയാൽ, ആ ഒരു അച്ചീവ്മെന്റ് കിട്ടിയാൽ ഈശ്വര കാര്യങ്ങൾക്ക് മാത്രമല്ല പ്രയോജനപ്പെടുക, ബാക്കിയുള്ളവർക്കും കൂടെ നമ്മൾ ദുരിതത്തിൽ കിടക്കുന്ന ഒരാളെ ചിലപ്പം മാർഗദർശനം കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടെന്നർത്ഥം. പക്ഷേ അത് ഒരിക്കലും ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും കൂടെ വേണം. നല്ലോണം ശ്രദ്ധ വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ അപകടം, നമ്മൾ പിന്നെയും പോയി ബന്ധനത്തിൽ പെടും. വേറൊന്നുമില്ല, വീണ്ടും പോയിട്ട് എവിടെയെങ്കിലും അബദ്ധത്തിൽ പോയി ചാടുന്നർത്ഥം. മറ്റുള്ളവർ പലതും കാര്യം നടന്നു കഴിയുമ്പോഴേ ചിലപ്പോൾ നമ്മൾ മായപ്പെടുത്തും. അതാണ് കുഴപ്പം. അപ്പോൾ വിശ്വരൂപ ദർശനം വിസ്മയാതീതം ആണ്. അത് യഥാർത്ഥത്തിൽ നമുക്ക് ദിവ്യ ദക്ഷസ് കിട്ടിയാലോ അതിനെ ഉൾക്കൊള്ളാൻ പറഞ്ഞാൽ അതിന് മാത്രം ഒരു പക്വത അതിൽ നിന്ന് വരും. അത്രമാത്രം ഭക്തിയിൽ ആ സ്റ്റേജ് കടന്ന യോഗ്യത ഉള്ളവർക്കേ അത് കൊടുക്കുള്ളൂ താനും ഭഗവാൻ. അത് വെറുതെ ആർക്കെങ്കിലും കൊടുക്കൂല. അവൻ്റെ യോഗ്യത, ഭഗവാനെ പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ബുദ്ധിയോഗത്തെ ആദ്യം കൊടുക്കും. ആ ബുദ്ധിയോഗം, മേധാബുദ്ധി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടിട്ട് അതനുസരിച്ചുകൊണ്ടാണ് അടുത്ത സ്റ്റേജ് എടുക്കുക. അർജുനൻ ഇത്രയും പറഞ്ഞതൊക്കെ വളരെ ശ്രദ്ധയോടെ അമൃതവാണി പോലെ കേൾക്കുന്ന പോലെ താല്പര്യത്തോടുകൂടി കേൾക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ അനുഗ്രഹിച്ചതെന്നത്. അതെല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ ഗീത പഠിച്ചു, ഗീത ഗഹനമായിട്ടുള്ള വിഷയമാണ്, അത് പഠിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യദൃഷ്ടി കിട്ടിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. അത് അവരുടെ സ്വഭാവം അനുസരിച്ച്, അവരുടെ യോഗ്യത അനുസരിച്ച് ഭഗവാൻ എപ്പോഴാണോ കൃപ തോന്നുന്നത് അപ്പോഴായിരിക്കും കിട്ടുക. നമ്മൾ ആധ്യാത്മികയിൽ എത്ര തന്നെ, ഞാൻ പറഞ്ഞില്ലേ, തലകുത്തി മറിഞ്ഞാലും കാര്യമൊന്നുമില്ല. അവസാനം നമുക്ക് ഈശ്വരപ്രാപ്തിയിലേക്ക്, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തണമെങ്കിൽ ഈശ്വരന്റെ കൃപ തന്നെ ആത്യന്തികമായിട്ടില്ല. അതിന് നമ്മൾ അർഹത എല്ലാവർക്കും ഉണ്ട്. പക്ഷേ യോഗ്യത നമ്മൾ നേടിയെടുക്കണം എന്ന് പറഞ്ഞാൽ അതിനാണ് അനുഷ്ഠാനങ്ങൾ പറയണത്. പിന്നെ അതിൽ നിന്ന് പല ഘട്ടങ്ങൾ കടക്കണം. അപ്പോ പിന്നെ അർജുനൻ സ്വയം കണ്ടിട്ട് അവിടെ പറയുന്നുണ്ട്. അതാണ് ഇനി കുറേ ശ്ലോകങ്ങൾ. അർജുനൻ ദിവ്യദൃഷ്ടി കിട്ടിക്കഴിഞ്ഞിട്ട് ഈ വിശ്വരൂപം കണ്ടിട്ട് അർജുനന്റെ കാഴ്ചപ്പാടാണ് ഇനി പറയുന്നത്. ഇതുവരെ കേട്ടത് എന്താ? സഞ്ജയന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ കേട്ടത്, ഇതുവരെ കണ്ടത്. ഇനിയാണ് യഥാർത്ഥ ഭക്തൻ ഭഗവാന്റെ രൂപം കാണണമെന്ന് പറഞ്ഞു, കാണിച്ച് കൊടുത്തു. കണ്ടു കഴിഞ്ഞപ്പോൾ ആ അർജുനുണ്ടാകുന്ന ഭാവത്തെ ആണ് ഇനി നമ്മൾ അറിയുക. ഇതുവരെ ടെലികാസ്റ്റ് ചെയ്തത് ആരാ? അപ്പോഴും സഞ്ജയനും കണ്ടു, പക്ഷേ അവിടെ കണ്ടതേ പറഞ്ഞിട്ടുള്ളൂ. ആ സഞ്ജയന്റെ ഭാവത്തിൽ നമ്മൾ മനസ്സിലാക്കിയില്ല. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഇത് വിശ്വരൂപത്തെ പറ്റി ഞാനിവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ബുദ്ധിക്കുള്ളിൽ ഉദിക്കുന്ന അനുസരിച്ചാണ് നിങ്ങളോട് വ്യാഖ്യാനിച്ച് പറയാം. നിങ്ങൾ ഓരോരുത്തരും ഇത്
പഠിക്കുമ്പം നിങ്ങൾ ഏത് തരത്തിലാണ് ഭാവന ചെയ്യുന്നതെന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഏത് രീതിയിലാണ് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്ക് സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടാവും. നമുക്കൊരു നോവൽ വായിച്ചാലും ഉണ്ട്, പണ്ടൊക്കെ നോവൽ കാത്തിരുന്നിട്ട് വായിക്കാറുണ്ട് അല്ലേ, മനോരമയും മനോരാജ്യമൊക്കെ വരുമ്പം. അപ്പം അതിലെ കഥ വായിക്കുമ്പം ആ ഓരോരുത്തർക്കും തോന്നുന്ന ആ കഥാപാത്രങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളും ആ വീടും പരിസരവും എന്തൊക്കെയാണോ കഥയിലൂടെ കടന്ന് വിശദീകരിച്ച് സാഹിത്യകാരൻ ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ വായിക്കുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോടെ വായിച്ചാൽ നമ്മളിപ്പോൾ സീരിയൽ കാണുന്ന പോലെ അത് ഇന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഭാവനാ സങ്കല്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷ്വലൈസ് ചെയ്ത് കാണാനുള്ള കഴിവ് നമുക്ക് പണ്ടേ ഉണ്ട്. അതേ ദൃശ്യമാധ്യമമാണ് നമ്മൾ എന്താ പറയണേ, സ്വപ്നം കാണുന്നത്. അപ്പോ നമ്മൾ എന്ത് കണ്ടാലും അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട് കാണാം, എന്ത് കേട്ടാലും അവരുടെ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട് കേൾക്കാം. എന്നിട്ട് അതേപ്പറ്റി പറയുന്ന അഭിപ്രായം പറയുന്നതും അവരവെന്ത് കണ്ടു അവരുടെ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ടായിരിക്കും നമ്മളൊക്കെ പ്രതികരിക്കുക. ഇതേപോലെ സഞ്ജയൻ കണ്ടിട്ട് എന്താണ് കണ്ടതെന്ന് പറഞ്ഞു ഇതുവരെ. ഇനി അർജുനന് ഏത് കാഴ്ചപ്പാടിലൂടെയാണ് വിശ്വരൂപത്തെ കാണുന്നത് എന്നുള്ളത് അർജുനൻ പറയും. അതാണ് ഇനി കേൾക്കുന്നത്. അതിലൊരു ശ്ലോകം നമുക്ക് എടുക്കാം. അർജുനോ വാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂത വിശേഷ സംഘാൻ ബ്രഹ്മാണമീശം കമലാസനസാം ഋഷീസ സർവാനുരാഗാംശ ദിവ്യാൻ. ദേവ തവ ദേഹേ, ഹേ ദേവ അങ്ങയുടെ ശരീരത്തിൽ, ദേവാൻ സർവാൻ ഭൂതവിശേഷ സംഘാൻ ദേവന്മാരെയും സകല ഭൂതവിശേഷ സംഘങ്ങളെയും, ദിവ്യാൻ സർവാൻ ദിവ്യന്മാരായിരിക്കുന്ന സകല ഋഷിമാരെയും, ഋഷീൻ ച ഉരകാൻ ച ദിവ്യന്മാരായിരിക്കുന്ന സകല ഋഷിമാരെയും, അതേപോലെ തന്നെ ഋഷീൻ ച ഉരകാൻ ച, ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ സർപ്പങ്ങൾ, അധ കമലാസനസം ഈശം അപ്രകാരം തന്നെ കമലാസനത്തിലിരിക്കുന്ന ബ്രഹ്മാണം ച പശ്യാമി ആ ഈശ്വരനായിരിക്കുന്ന ബ്രഹ്മാവിനെയും ഞാൻ കാണുന്നു. അല്ലയോ പ്രകാശ സ്വരൂപ, അങ്ങയുടെ ശരീരത്തിൽ ദേവന്മാരെയും സാവര ജംഗമങ്ങളായിരിക്കുന്ന സകല ഭൂതവിശേഷ സംഘങ്ങളെയും, ദിവ്യന്മാരായിരിക്കുന്ന എല്ലാ ഋഷിമാരെയും സർപ്പങ്ങളെയും, അപ്രകാരം തന്നെ പത്മാസനത്തിലും ഈശ്വരനുമായിരിക്കുന്ന ബ്രഹ്മാവിനെയും ഞാൻ കാണുന്നു. അപ്പൊ മൂന്ന് ലോകങ്ങളിലും എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ കാണുന്നു എന്നുള്ളത് മുഴുവൻ ഈ ദിവ്യദൃഷ്ടി കൊണ്ട് അർജുനന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ശ്രേഷ്ഠത. അതുകൊണ്ട് ഈ പ്രകാശമാനമായിരിക്കുന്ന ആ സ്വരൂപത്തോട് തന്നെ പറയുന്ന അങ്ങയുടെ രൂപം, അങ്ങയുടെ ശരീരം, അങ്ങയുടെ ശരീരത്തിൽ തന്നെയാണ് ഈ ദിവ്യങ്ങളായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. മറ്റ് ദേവന്മാരെ കാണുന്നുണ്ട്, ഈ ലോകത്തുള്ള സകല സ്ഥാവര ജംഗമ വസ്തുക്കളെയും കാണുന്നുണ്ട്. ഇനി അതിൻ്റെ ആധികാരിക ഭാവത്തോടെ നിൽക്കുന്ന ഭൂത വിശേഷ സംഘങ്ങളെയും കാണുന്നുണ്ട്. ദിവ്യങ്ങളായിട്ടുള്ള എല്ലാ ദിവ്യന്മാരായിട്ടുള്ള ഋഷികളെ കാണുന്നുണ്ട്, അതായത് സപ്തർഷികളെ പോലുള്ളത്, സർപ്പങ്ങളെ കാണുന്നുണ്ട്. അപ്രകാരം തന്നെ പത്മാസനത്തിനും ഈശ്വരനായിരിക്കുന്ന ബ്രഹ്മാവിനെയും കാണുന്നു. ഇനി താമരത്തണ്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മാവിനെയും കാണുന്നു എന്ന് അർജുനൻ പറയും. എന്തൊക്കെയാണോ അർജുനൻ കണ്ടത് എന്ന് ഇനിയുള്ള ശ്ലോകങ്ങളിൽ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്.
നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഉറക്കം വരുന്നുണ്ട്. അപ്പം ഉറക്കം പോകാനേ 1-ാമത്തെ ശ്ലോകം തൊട്ട് 15-ാമത്തെ ശ്ലോകം വരെ ഒന്ന് പാരായണം ചെയ്യാം. അത ഏകാദശോധ്യായിക വിശ്വരൂപദർശനയോഗ. അർജുനോ വാച മദനിഗ്രഹായ പരമം മുഖ്യം ആധ്യാത്മസംചിതം ഇക്ത്വാ യോക്തം വചസ്തേന മോഹോയം വിഗതോ മമ ഭവാപ്യൗഹി ഭൂതാനാം ശ്രുതോ വിസ്തരശോ മയാ തത്വകമലപത്രാശ മഹാത്മ്യമവിചാവ്യയം ഏവമേതത്യദാത്വം ആത്മാനം പരമേശ്വര ദൃഷ്ടമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ അന്യസ്യേ യതി തച്ഛക്യം മയാ ദൃഷ്ടമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. ശ്രീഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോ അത സഹസ്രശ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീന ച പശ്യ ആദിത്യാൻ വസുൻ രുദ്രാൻ അശ്വിനോ മരുതസ്തഥാ ബഹൂന്യ ദൃഷ്ടപൂർവാണി പശ്ചാത്സജ്ഞാനി ഭാരത. ഇഹൈകസം ജഗൽകൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ കൂടാകേശ യച്ഛ അന്യദ്രഷ്ടമിച്ഛസി നതു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സോ ചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷും പശ്യ മേ യോഗമൈശ്വര്യം. സഞ്ജയ ഉവാച ഏവമുക്താ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിം ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വര്യം. അനേകവക്രനയനം അനേകാത്ഭുതദർശനം അനേക ദിവ്യാഭരണം ദിവ്യാം അനേകാദ്യതായുധം ദിവ്യമാലാംബരതരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ദിവ്യസൂര്യസഹസ്രസ്യ ഭവേത് യുഗപത്യുത യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്യ മഹാത്മന തത്രൈകസം ജഗൽകൃഷ്ണം പ്രവിഭക്തം അനേകതാം അപശ്യ ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തത തതസ്സ വിസ്മയോ ഹൃഷ്ടരോമോ ധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലീരഭാഷത. അർജുനോ വാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഗാൻ ബ്രഹ്മാണമീശം കമലാസനസ മൃഷീസ സർവാനുരാഗാംശ ദിവ്യാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം നായനമാർഗേണ മഹിം മഹിഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിരാശങ്കചക്രം കൗമോദകീം സരസിജങ്കരണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്തകാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. വാതാലേശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം ശാന്തി ശാന്തി ശാന്തി.